വാർത്താരംഭത്തിലേക്ക് വിശദമായി നോക്കാം. സംസ്ഥാനത്ത് മഴ ശക്തം. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. പലയിടത്തും മഴക്കെടുതിയും രൂക്ഷമാണ്. കണ്ണൂർ, മട്ടന്നൂർ, കോളാരി, കുംഭമൂലയിൽ വെള്ളക്കെട്ടിൽ വീണ് സ്ത്രീ മരിച്ചു. കോളാരിയിലെ കുഞ്ഞാമിനെയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. പാറക്കല്ലുകൾ വീണ് 2 ഫീഡറുകളും തകർന്നു. ആളപായമില്ല. കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ രാത്രി 8 മണിയോടെ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിരുവമ്പാടി ആനക്കാംപൊയിൽ ജലവൈദ്യുത പദ്ധതിയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മലവെള്ളപ്പാച്ചിലിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. കോഴിക്കോട് മലയോരത്ത് ശക്തമായ മഴ തുടരുകയാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി. ഈ വർഷം ആദ്യമായാണ് ക്ഷേത്രം മുങ്ങുന്നത്. കാലവർഷക്കെടുതിയിൽ 2 വീടുകൾ തകർന്നു. മൊഗ്രാൽ വില്ലേജിലെ ചളിയങ്കോടും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ക്ലായിക്കോടുമാണ് വീടുകൾ തകർന്നത്. ആളപായമില്ല. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഏതായാലും മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരപ്രദേശത്തുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലിയ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ചീമേനിയിലെ ക്ലായിക്കോടും ഒപ്പം മൊഗ്രാലിലെ ചളിയങ്കോടും 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമുണ്ടായി. ആളപായമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ തോതിലുള്ള കാറ്റ്, ശക്തമായ കാറ്റാണ് ഇത് വീശിയടിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. മിക്ക ഇടങ്ങളിലും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയാണ്. മാത്രമല്ല പുഴകളിലെല്ലാം ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല ഈ മലയോര ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും അതിതീവ്ര മഴ സാധ്യതാ പ്രവചനം തന്നെയാണുള്ളത്. ശക്തമായ കാറ്റാണ് വീശിയടിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ ഇത്തരത്തിൽ നിലംപൊത്തുന്ന സാഹചര്യമുണ്ടായി. ശക്തമായ കാറ്റിലും മരം വീണുമൊക്കെ. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ്. ഇന്നലെ മുതൽ വൈദ്യുതി ബന്ധം തകരാറായി. ഇതുവരെ ശരിയാക്കാൻ ആയിട്ടില്ല. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി, ഇന്ന് രാത്രിയോടുകൂടി ഈ വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് KSEB വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ ദക്ഷിണ കന്നഡ മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ, നമുക്കറിയാം ഈ മംഗളൂരുവിലേക്കൊക്കെ ആശുപത്രിയിലും മറ്റുമായി നിരവധി പേർ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇത്തരം ആളുകൾ വളരെ ജാഗ്രത പുലർത്തണം. കാരണം ഈ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പല റോഡുകളിലും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിലാണ് സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് നന്ദൂർ ജംഗ്ഷൻ, ഒപ്പം പമ്പൽ സർക്കിൾ, ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. വാഹന ഗതാഗതം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മംഗളൂരിലെ തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ്, നിർത്താതെ പെയ്യുന്ന മഴയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മംഗളൂരിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണ്. പക്ഷേ ഇതുവരെ ആരെയും ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. അത്യാവശ്യം ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ബന്ധു വീടുകളിലേക്കാണ് ആളുകൾ മാറി താമസിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നും അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് പ്രവചനം. ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണ് കാസർഗോഡ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരും ഒപ്പം ഇതേ സമാന സാഹചര്യം തന്നെയാണ് കണ്ണൂർ ജില്ലയിലും ഉള്ളത്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രവും മുങ്ങിയിരിക്കുകയാണ്. ഈ വർഷം ആദ്യമായാണ് ക്ഷേത്രം മുങ്ങുന്നത്. കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, മധ്യകേരളത്തിലെ മഴ എങ്ങനെയാണ്?
പാർവതി, വലിയ മഴ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും കൊച്ചിയിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. പക്ഷേ ആലുവയിൽ പെരിയാറിലൂടെ ഇത്രയധികം വെള്ളം വരുന്നത് ഇടുക്കിയിൽ വലിയ മഴ പെയ്തിരുന്നു. മലയോര പ്രദേശങ്ങളിലൊക്കെ വലിയ മഴയായിരുന്നു. മാത്രമല്ല ചെറിയ സമയത്താണ് മഴ പെയ്തിരുന്നതെങ്കിൽ കൂടിയും ഓരോ തുള്ളിക്കും വലിയ വ്യാപ്തി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു മഴയിൽ തന്നെ വലിയ വെള്ളം കിട്ടുന്ന തരത്തിലുള്ള മഴയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി പെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം വെള്ളം ഈ പാർവതി സൂചിപ്പിച്ച പോലെ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ മൺസൂൺ കാലത്തായാലും വേനൽ മഴയിലായാലും ഈ ആലുവ ശിവക്ഷേത്രം ഇത്തവണ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുങ്ങുന്നത്. ഇത്രയധികം വെള്ളം, അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആലുവ ശിവക്ഷേത്രത്തിൽ ചുറ്റുപാട് മുഴുവൻ, അത് വേണ്ടത് പകുതിയോളം അത് വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും പെരിയാറിൽ ഇപ്പോൾ വലിയ അടിയൊഴുക്കോടുകൂടിയുള്ള വലിയ ഒഴുക്കാണുള്ളത്. എന്തായാലും വലിയ അളവിലുള്ള മഴയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് വലിയ അളവിൽ വെള്ളം ലഭിക്കുന്ന തരത്തിലുള്ള മഴയാണ് ലഭിച്ചത്. അതായത് വ്യാപ്തി കൂടിയ മഴയാണ് പെയ്തിട്ടുള്ളത്. കുറച്ചു സമയം മാത്രമേ പെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഈ ഒരു വലിയ ഇന്റൻസിറ്റിയോട് കൂടി പെയ്യുന്ന ഒരു മഴ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും മലയോര മേഖലകളിലും ഇടുക്കിയിലും പെയ്തിരിക്കുന്ന മഴയാണ് ഇത്രയും അധികം വെള്ളം പെരിയാറിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി, കൊച്ചിയിൽ നമ്മൾ ആദ്യത്തെ വേനൽ മഴയിൽ കൊച്ചി മുങ്ങിപ്പോയതുപോലെയുള്ള സാഹചര്യമൊന്നും എവിടെയുമില്ല. മാത്രമല്ല അത്ര വലിയ മഴയല്ല കൊച്ചിയിലുള്ളത്. കൊച്ചിയിൽ ഓറഞ്ച് അലർട്ടാണ് ഉണ്ടായിരുന്നതെങ്കിൽ പോലും, ഓറഞ്ച് അലർട്ട് നിർദ്ദേശമാണ് വെച്ചിരുന്നതെങ്കിൽ പോലും, പക്ഷേ അതിനനുസരിച്ചുള്ള വലിയൊരു മഴയൊന്നും പെയ്തതായി കണ്ടില്ല. പക്ഷേ മഴ ഉണ്ടായിരുന്നു എന്നതല്ലാതെ അത്ര വലിയ മഴയൊന്നും ആയിരുന്നില്ല കൊച്ചിയിൽ പെയ്തത്. പക്ഷേ കൊച്ചിയിലെ അവസ്ഥയല്ല, അല്ലെങ്കിൽ കൊച്ചിയിൽ പെയ്ത മഴയുടെ വ്യാപ്തി അല്ല ഇപ്പോൾ ഈ പെരിയാറിൽ കാണുന്നത്. പെരിയാറിൽ ഉണ്ടായത്, അല്ലെങ്കിൽ അത്രയും വെള്ളം വരുന്നത് ഈ മലയോര പ്രദേശങ്ങളിൽ പെയ്ത മഴയുടെ ബാക്കി ഭാഗമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർവതി, ആജ്ഞ, ഈ പെരിയാർ തീരത്ത് നിന്നും കുടുംബങ്ങളെ അടക്കം മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? തീരങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടില്ലെങ്കിൽ പോലും പെരിയാറിന്റെ തീരത്തുള്ള, അതായത് നടപ്പാതകളിൽ, അതായത് പെരിയാറിന്റെ തീരത്തുകൂടി നടന്നു വരാനുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളമുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തീരപ്രദേശങ്ങളിൽ ചേർന്നു നിൽക്കുന്ന വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനുള്ള അലേർട്ടൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു പക്ഷേ ഇത് അതിനുവേണ്ടി, അതായത് വലിയൊരു മഴ പെയ്യാത്ത ഒരു സാഹചര്യം കൊച്ചിയിലുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ വരാനുള്ളത്. പക്ഷേ ഈ പാർവതി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തീരദേശങ്ങളിലുള്ള വീടുകൾ, അതായത് പെരിയാറിന്റെ തീരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പുകളൊന്നുമില്ലെങ്കിൽ പക്ഷം അത് അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയൊരു വെള്ളപ്പൊക്കം പോലെയോ അതല്ലെങ്കിൽ ആളുകളെ, അതായത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടുന്ന സാഹചര്യമോ ഒന്നും നിലവിലില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർവതി, ശരി. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ആലുവ ശിവക്ഷേത്രം കനത്ത മഴയിൽ മുങ്ങിയിരിക്കുന്നു. ഈ വർഷം ആദ്യമായാണ് ക്ഷേത്രം മുങ്ങുന്നത്. വിവരം നൽകിയത് ആലുവയിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിലും ശക്തമായ മലവെള്ളപ്പാച്ചിലാണ്. പ്രദേശത്തെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുക്കത്ത് നിന്നും ഗുലാം നബി ആസാദ് ചേരുന്നു. ആസാദ്, ഇരുവഴിഞ്ഞിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഉണ്ടായത്. അപകടസ്ഥിതി ഇപ്പോഴും തുടരുകയാണോ? പാർവതി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ഇന്ന് ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കവിഞ്ഞിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ചെറുപുഴയുടെ തീരത്തുള്ള കുമാരനെല്ലൂർ ഗ്രൗണ്ടിൽ, പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്കത്ത് നിന്നും ചോണാട് പ്രദേശത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴയാണ് പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉണ്ടായത്. പ്രദേശത്ത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും തീരത്ത് താമസിക്കുന്നവർക്ക് ഫയർഫോഴ്സും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ പോകുന്നത് ശ്രദ്ധിക്കണമെന്ന്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും ഫയർഫോഴ്സും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർവതി, ശരി. ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പുഴയുടെ തീരത്തുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് മുക്കത്ത് നിന്നും ഗുലാം നബി ആസാദ്. അത് ശക്തിയായിട്ടൊരു കാറ്റ് വന്ന് മരം വീണ് ഞാൻ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങളെ ഞാനും കൂടെ കിടക്കുന്നിടത്തായിരുന്നു. കേട്ട് ചാടി എഴുന്നേറ്റ് കൊച്ചുങ്ങളെ എടുത്തോണ്ട് ഓടുമായിരുന്നു. എന്നാലും കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ കല്ലും മണ്ണും ഒക്കെ വീണു. എന്നാലും എടുത്തോണ്ട് ഓടി. ഒന്നും പറ്റിയില്ല, ആപത്തിനൊന്നും പറ്റിയില്ല. ഇവിടെ ഒന്നും പറ്റാതെ എടുത്ത് അടുത്ത മുറിയിലോട്ട് ഓടുമായിരുന്നു. മുറിയെല്ലാം പോയി കിടക്കുക. പത്തനംതിട്ട പന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും നാശനഷ്ടം. പന്തളം യക്ഷി വിളക്കാവിന് സമീപം കാറ്റിൽ 10-ലധികം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങളും വീണു. പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരയാഞ്ഞലി ക്രോസ്വേയിൽ വെള്ളം കയറി. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. എസ് വിനേഷ് കുമാറുണ്ട് വിവരങ്ങൾ നൽകാൻ. വിനേഷ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു അപകടം? പാർവതി, ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് സംഭവം. കൊട്ടേക്കാട് മുസ്ലിം പള്ളിക്ക് എതിർവശം താമസിക്കുന്ന സുലോചന 54 വയസ്സ്, ഇവരുടെ മകനായ രഞ്ജിത്ത് 33 വയസ്സ് എന്നിവരും ഇത് ഉറക്കത്തിനിടയിലാണ് ഇവിടെ വീട് തകർന്നത്. ഇവിടെ ഓട് വീടായിരുന്നു. ഇത് മഴ നനഞ്ഞ് ഒരു ഭാഗം കുതിർന്നിരുന്നു. ആ ഭാഗമാണ് തകർന്ന് ഇവരുടെ ബെഡ്റൂമിലേക്ക് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും 2 പേരും മരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഫയർഫോഴ്സ് ആണ് എത്തിയാണ് വീടിന്റെ ചുമരിടിഞ്ഞ് വീണവരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത്. ഫയർഫോഴ്സ് ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ തന്നെ ആംബുലൻസിലായിരുന്നു താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സുലോചന തൊഴിലുറപ്പ് ജോലി ചെയ്തും മകൻ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരനുമായാണ് ജോലി നോക്കുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമായി പോയി. കാരണം പാലക്കാട് മറ്റുള്ള വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മഴ കുറവാണ്. പക്ഷെ ഒറ്റപ്പെട്ടതും ഇടയ്ക്കിടെയുള്ള ശക്തമായ മഴയാണ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ഇങ്ങനെയൊരു ദുരന്തത്തിലേക്കാണ് ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾ, മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല, 2 അംഗങ്ങളും ഒരു ദുരന്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ദുഃഖകരമായ ഒരു കാര്യം. ശരി. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് എസ് വിനേഷ് കുമാർ പാലക്കാട് നിന്നും. ഇടുക്കിയിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം ജില്ലാ ആസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുന്നൊരുക്കത്തിന് അധികൃതർ നിർദ്ദേശം നൽകിയെന്നും കളക്ടർ പറഞ്ഞു. ഈ ചക്രവാക ചുഴിയുടെ ഫലമായിട്ട് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതാണ്. അടുത്ത 5 ദിവസങ്ങളിൽ തീവ്രവും ശക്തവുമായ മഴ ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. ഇതിന് മുന്നോടിയായിട്ട് എല്ലാ വകുപ്പുകളുടെയും യോഗങ്ങൾ ചേരുകയും എല്ലാ മുന്നൊരുക്കങ്ങളും കൃത്യമായ രീതിയിൽ നടത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ റെഡ് അലേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകൾക്കും ഉള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജ് ഓഫീസർമാരും അതാത് സ്റ്റേഷനിൽ തന്നെ ക്യാമ്പ് ചെയ്യണമെന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ കൺട്രോൾ റൂം ഇതിനോടകം തന്നെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. DRFന്റെ ഒരു ടീം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പൈനാവ് കേന്ദ്രമാക്കി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ എത്രയും സൂക്ഷിച്ച് തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ ഒരു നിയന്ത്രണം ത്തോടുകൂടി വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ നമ്മൾ ടൂറിസം കേന്ദ്രങ്ങൾ, അതുപോലെ മലയോര പ്രദേശങ്ങൾ, ഇതിലൊക്കെ ഉള്ള ഒരു നിയന്ത്രണവും ശ്രദ്ധയും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. തിരുവനന്തപുരം വർക്കല ടൂറിസം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നുകളിലൂടെ തീരത്തേക്കും ഒഴുകിയെത്തുകയാണ്. വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികളും സഞ്ചാരികളും കടുത്ത ദുരിതത്തിലാണ്. തിരുവനന്തപുരം വർക്കല കുരൈക്കണ്ണി കുറ്റിക്കാട് നിന്നും പാപനാശം കുന്നിലേക്കുള്ള റോഡിലാണ് മഴ പെയ്താൽ ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന വെള്ളക്കെട്ടുള്ളത്.
ടൂറിസം മേഖലയായതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നിൽ നിന്നും നേരിട്ട് തീരത്തേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ശക്തിയായി കുന്നിന്റെ അടിഭാഗത്തേക്ക് തുടർച്ചയായി വീഴുന്നത് കുന്നിടിച്ചിലിനും കാരണമാകുന്നു. പാപനാശം കുന്നിന്റെ വടക്ക് ഭാഗത്തെ റിസോർട്ടുകളിലേക്കുൾപ്പെടെ 100-ലേറെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ഈ ഭാഗത്തെ ഏക പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. നിരവധി വീട്ടുകാരും ഈ കോൺക്രീറ്റ് റോഡാണ് ഉപയോഗിക്കുന്നത്. മലിനജലം കെട്ടിനിൽക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് മൊത്തവും വെള്ളമാണ്. ഞങ്ങൾക്ക് നടന്ന് പോകാൻ പറ്റില്ല. ഞങ്ങളെ കാലും പെറും അത്രയും ചൊറിയാണ്. റെയിൽ ഓഫീസ് തൊട്ട് ചന്തമുക്കുന്ന മൊത്തം വെള്ളം വന്ന് തേരോളം ഉള്ള ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഊറ്റ് പൊട്ടി ഒരു ഓട വഴി വന്ന് തിരുവാമ്പാണ്ടിയിലേക്ക് പോകാനുള്ള ഓട അവർ തിരിച്ചിങ്ങോട്ട് വെച്ചിരിക്കുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. ഇവിടെ ടൂറിസ്റ്റ് കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ള അത്രയും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ വീറോമുക്കിൽ വരുമ്പോഴത്തേക്ക് വെള്ളം കാരണം വണ്ടിക്കാർ കൊണ്ടുവരില്ല. എല്ലാ റൂമും കെട്ടിടങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഈ വെള്ളം വരുമ്പോഴും. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിക്കാനും ഒക്കില്ല. പ്രദേശത്തെ നീരുറവകളിലെ വെള്ളവും റോഡിലേക്കാണ് എത്തുന്നത്. തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം റോഡിന്റെ മിക്ക ഭാഗങ്ങളും തകർന്നു. പ്രദേശവാസികളും സ്ഥാപന ഉടമകളും നിരവധി തവണ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടികൾ ഉണ്ടായില്ല എന്നാണ് ആരോപണം. കുറ്റിക്കാട് ബ്യൂറോ മുക്കിൽ നിന്നും തിരുവമ്പാടിയിലേക്ക് ഓടകൾ നിർമ്മിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടാൽ വെള്ളക്കെട്ടിനും കുന്നിടിച്ചിലിനും പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 വർക്കല. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര യോഗം വിളിച്ചു മുഖ്യമന്ത്രി. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ഇതുമൂലമുള്ള പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത്. വിവിധ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ ആമയിഴഞ്ചാൻ അപകടത്തിൽ റെയിൽവേയുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവ് പുറത്തുവന്നു. തോട് വൃത്തിയാക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് റെയിൽവേ അവഗണിച്ചു. മെയ് 29-നാണ് റെയിൽവേ ടണലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ കളക്ടർ ഉത്തരവിട്ടത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗ തീരുമാനത്തിന്റെ ഭാഗമായായിരുന്നു ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പുറമെ കൊച്ചുവേളി സ്റ്റേഷനും മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞു. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ മാലിന്യ പ്രശ്നം എത്രത്തോളം ഗുരുതരമെന്ന് നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായി. പക്ഷേ അതുണ്ടായില്ല. ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നോ എന്നത് പരിശോധിക്കപ്പെടുന്നില്ല എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്. ഒപ്പം മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ കൂടി. പാർവതി, റെയിൽവേയുടെ ഭാഗത്ത് വന്ന വീഴ്ച ഒന്നൊന്നായി തെളിയുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജില്ലാ കളക്ടർ മെയ് 29-ന് നൽകിയ കത്തിന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ ടണലിനുള്ളിൽ അടിഞ്ഞുകൂടിയ മാലിന്യം അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ നൽകിയ കത്ത്, അതിന്മേലും റെയിൽവേ നടപടി സ്വീകരിച്ചിട്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട നിയമം, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് നൽകിയത്. പക്ഷേ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കത്തായിട്ട് കൂടി ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം കാട്ടി എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, നഗരസഭ, തിരുവനന്തപുരം നഗരസഭ നിരവധി കത്തുകൾ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി എം.വി. രാജേഷ് തന്നെ വ്യക്തമാക്കിയത് തന്റെ നിർദ്ദേശപ്രകാരമാണ് ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകും എന്ന് കാട്ടിയും പിഴ ചുമത്തുമെന്ന് വ്യക്തമാക്കിയുമുള്ള കത്ത് നൽകിയത്. അതിനുശേഷമാണ് 3 തൊഴിലാളികളെ ഇറക്കി ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള ഭാഗത്ത്, അവിടെ കാണാൻ കഴിയുന്ന കുറച്ച് പ്രദേശമുണ്ട്, അവിടെയാണ് ഈ അപകടം നടന്നത്. ജോയി അപകടത്തിൽ പെടുന്നത് അവിടെ വെച്ചാണ്. ആ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിന് മൺവെട്ടിയുമായി 3 തൊഴിലാളികളെ കരാർ നൽകി ഇറക്കുന്ന സാഹചര്യം. ഇത് പിന്നീട് നമ്മൾ കണ്ടതാണ്. ആ അപകടത്തിന് ശേഷം JCB കൊണ്ടുവന്ന് വലകെട്ടി ടൺ കണക്കിന് മാലിന്യം ആ ഭാഗത്തു നിന്ന് തന്നെ മാറ്റുന്നു. അങ്ങനെയെങ്കിൽ ഈ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി എന്തിന് റെയിൽവേ നടത്തിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ നോട്ടീസുകൾക്ക് ഒരു മറുപടി എന്നോണം തൽക്കാലത്തേക്ക് 3 ആൾക്കാരെ മൺവെട്ടിയുമായി അവിടെ ഇറക്കി അവരെ കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യിക്കാനുള്ള നടപടി. അങ്ങനെയെങ്കിൽ ഈ 3 പേർ
എത്ര ദിവസം അവിടെ ജോലി ചെയ്താലായിരിക്കും ഈ കാണുന്ന സ്ഥലത്തെ മാലിന്യം തന്നെ മാറുന്നത്? അതിനു പുറമെയാണ് 117 മീറ്റർ നീളത്തിലെ ടണൽ. ആ ടണലിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, അവിടെ കട്ടിയായി തീർന്നിരിക്കുന്ന മാലിന്യങ്ങൾ. ഈ മാലിന്യത്തിന്റെ കാഠിന്യം കാരണം തന്നെയാണ് അതിനുള്ളിലൂടെ സഞ്ചരിക്കാൻ, ക്യാമറ പോലും അതിനുള്ളിലൂടെ കടത്തിവിടാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പ്രൊപ്പല്ലറുകൾ മാലിന്യത്തിൽ കുടുങ്ങിപ്പോകുന്ന നിലയിലായിരുന്നു. ചാക്കുകെട്ടുകൾ, വലിയ തോതിൽ ചാക്കുകെട്ടുകൾ അതിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു, ബെഡുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു, കുപ്പികൾ. ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആളുകൾ ഉപേക്ഷിക്കുന്ന കുപ്പികൾ എവിടെയാണ് റെയിൽവേ സംസ്കരിക്കുന്നതെന്ന ചോദ്യമായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയുടെ അധീനതയിൽ ഏതെങ്കിലും മാലിന്യ പ്ലാന്റ് ഉണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. അല്ലെങ്കിൽ ആർക്കാണ് ഈ പ്ലാസ്റ്റിക്കുകൾ കരാർ നൽകുന്നത്? ഈ കുപ്പികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ആർക്കെങ്കിലും കരാർ നൽകിയിട്ടുണ്ടോ? അക്കാര്യങ്ങൾ റെയിൽവേ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഒരു മറുപടിയുമില്ല. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന മറ്റൊരു ദൃശ്യം തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേതാണ്. അവിടെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ, അവിടെ യാർഡിനോട് ചേർന്ന് തന്നെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരമാണ്. പ്ലാസ്റ്റിക് കുപ്പികളുടെ വലിയ ശേഖരം അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ ട്രെയിനുകളിൽ വരുന്ന ആളുകൾ അവിടെ അവർ ഉപയോഗിച്ച് കഴിയുന്ന കുപ്പികളാണ്. ഈ കുപ്പികൾ വലിയ തോതിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ റെയിൽവേക്ക് കഴിയില്ല. കാരണം തമ്പാനൂരിൽ എന്തെങ്കിലും ഒരു കണ്ണിൽ പൊടിയിടുന്ന നടപടി, അത് ഈ ശുചീകരണത്തിൽ നമ്മൾ കണ്ടതാണ്, അതുപോലെ എന്തെങ്കിലും തൊടിന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് തിരുവനന്തപുരത്ത് തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇതിന്റെ ഒരു ടെർമിനലായി പ്രവർത്തിക്കുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കൊച്ചുവേളി. ആ കൊച്ചുവേളിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അവിടെ വലിയ തോതിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നു, പ്ലാസ്റ്റിക് കുപ്പികൾ കുന്നുകൂടിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനും നേരത്തെ നഗരസഭ കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിന്റെ പേരിലും എന്തെങ്കിലും ഒരു നടപടി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം റെയിൽവേ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം അതൊന്നും തന്നെ തൃപ്തികരമായുള്ളതല്ല. എന്തുകൊണ്ട് ഈ ടണലിലെ മാലിന്യം നീക്കാൻ റെയിൽവേ തയ്യാറായില്ല എന്നതാണ്. അവിടെ കോർപ്പറേഷൻ ഉന്നയിക്കുന്ന ഒരു വാദം, ഇത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ആയതുകൊണ്ട് തന്നെ റെയിൽവേ മറ്റാരെയും അവിടെ പ്രവേശിക്കാൻ അനുവദിക്കില്ല. തദ്ദേശ മന്ത്രിയും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. റെയിൽവേ ആ ഭാഗം വൃത്തിയാക്കുന്നതിന് മറ്റാരെയും അനുവദിക്കില്ല. അത് ഇറിഗേഷനെ ആകട്ടെ, അല്ലെങ്കിൽ നഗരസഭയാകട്ടെ, അങ്ങനെ മറ്റൊരു ഏജൻസിയെയും അനുവദിക്കാതെ റെയിൽവേ തന്നെ അവരുടെ സ്ഥലത്ത് ശുചിയാക്കിക്കൊള്ളാം എന്ന നിലപാട് സ്വീകരിക്കുകയും എന്നാൽ അതിനുവേണ്ടി ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും നിരുത്തരവാദപരമായ സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രവുമല്ല, നേരത്തെ ഹിറ്റാച്ചി ഉപയോഗിച്ച് മുൻപ് ശുചീകരണം നടത്തിയെന്ന വാദം ഉന്നയിക്കുമ്പോഴും ഹിറ്റാച്ചി ഈ 117 മീറ്ററിലും ശുചീകരണം നടത്തിയിട്ടില്ല. അതെല്ലാം തന്നെ പുറമേയുള്ള ചില ഈ മാറ്റങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം നേവിയുടെ ഉദ്യോഗസ്ഥർ 6 പേർ, NDRFനും അഗ്നിശമന സേനയ്ക്കും അതിനുള്ളിൽ കടന്ന് ഈ രക്ഷാപ്രവർത്തനം തുടരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മാലിന്യ കൂമ്പാരം. അവിടേക്കാണ് ഇന്ത്യൻ സൈന്യത്തിന് തന്നെ വരേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ ഒരു തോട്ടിലേക്ക് ശുചീകരണം നടത്താനിറങ്ങിയ ആളിനെ രക്ഷിക്കുന്നതിന് സൈന്യത്തിന് വരേണ്ടി വരുന്ന അവസ്ഥ, മാലിന്യത്തിന്റെ ഭീകരത എത്രമാത്രമുണ്ടെന്ന് വ്യക്തമാക്കി തരുന്നതാണ്. അപ്പോഴും കോർപ്പറേഷന്റെ നടപടിയെ നമുക്ക് പൂർണ്ണമായും വെള്ളപൂശാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ കഴിയില്ല. ഏതാണ്ട് 13 കിലോമീറ്റർ ആമയിഴഞ്ചാൻ തോടിന്റെ ദൈർഘ്യമുണ്ട്. ആ പല സ്ഥലങ്ങളിലും കമ്പിവേലിയോ സുരക്ഷാ ക്യാമറകളോ ഇല്ല, അല്ലെങ്കിൽ നിരീക്ഷണ ക്യാമറകളോ ഇല്ല. ആ ഒരു സാഹചര്യം മുതലെടുത്ത് തന്നെയാണ് പലരും മാലിന്യം അവിടേക്ക് ഒഴുക്കുന്നത്. മാത്രമല്ല, ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് വാട്ടർ വർക്സിന്റെ വെള്ളം അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ തുടക്ക ഭാഗമായി പറയുന്നത്. തമ്പാനൂരിലേക്ക് എത്തുന്നതിന് മുൻപ് പല സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുന്നുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. അത് ഒഴുകി തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ അത് വലിയ തോതിൽ ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യം ഒഴിവാക്കണം. തുടക്കത്തിൽ തന്നെ മാലിന്യം ഈ ജലാശയത്തിലേക്ക് വരുന്നത് ഒഴിവാക്കാനുള്ള കർശനമായ നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് വെള്ളയമ്പലം മ്യൂസിയം ഭാഗത്തു നിന്ന് തുടങ്ങുന്നതാണ്. അതുമുതൽ താഴോട്ട് തമ്പാനൂർ വരെ ഉള്ള ഭാഗം, അതിനുശേഷം തമ്പാനൂരിൽ നിന്ന് ആക്കുളം കായലിൽ ആമയിഴഞ്ചാൻ തോട് ചേരുന്നതുവരെയുള്ള ഭാഗം, ഇതെല്ലാം തന്നെ കൃത്യമായി ശുചിയാക്കുന്നതിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. പലയിടങ്ങളിലായി കമ്പിവേലി കെട്ടി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിന് നഗരസഭ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ മാലിന്യ കൂമ്പാരം കാണുന്നതെന്നാണ്
കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞത്. അത് ആ നടപടിയെ നമുക്ക് അംഗീകരിക്കാം. കാരണം കമ്പിവേലി കെട്ടി ഈ കടലിലേക്ക് അല്ലെങ്കിൽ ആക്കുളം കായൽ വഴി വേളിക്കായൽ വഴി കടലിലേക്ക് മാലിന്യം പോകുന്നത് തടയുന്നതിന് വേണ്ടി ഒരു തടയണ എന്ന പോലെ പലയിടങ്ങളിലായി ആ ഫെൻസിംഗ് നിർമ്മിക്കുകയും അവിടെ മാലിന്യം കൂടിക്കിടക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് പാടശേഖരം പോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കാഴ്ച മാറുന്ന നിലയിലേക്ക് അതിനുള്ള കാലതാമസം ഉണ്ടാക്കാതെ അത് കൃത്യമായി അവിടെ നിന്ന് വള്ളക്കടവിൽ ഒരു കേന്ദ്രത്തിലേക്കാണ് ഇത് മാറ്റുന്നത്. അവിടേക്ക് തരംതിരിച്ച് മാറ്റി അതിന്റെ സംസ്കരണ നടപടികളുമായി വളരെ കൃത്യമായി തുടർച്ചയായി തന്നെയുള്ള ഒരു പ്രക്രിയയായി മാറ്റിയാൽ മാത്രമേ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോഴുള്ള ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ. ഏതായിരുന്നാലും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകും. നിയമപരമായി തന്നെ ഈ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം 18-ന് വിവിധ വകുപ്പ് മന്ത്രിമാർ, അത് തദ്ദേശമുണ്ട്, ആരോഗ്യമുണ്ട്, ജലസേചനമുണ്ട്, ആ തരത്തിലുള്ള മന്ത്രിമാർ ഉൾപ്പെടെ റെയിൽവേയുടെ പ്രതിനിധികൾ, നഗരസഭ മേയർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് അടിയന്തരമായി മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ളത്. പാർവതി, അമിഴഞ്ചാൻ അപകടത്തിൽ റെയിൽവേയുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവ് പുറത്തുവന്നു. ഇതിനൊപ്പം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യത്തിന് പുറമെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും വലിയ തോതിലാണ് റെയിൽവേ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. മെയ് 29-ന് ജില്ലാ കളക്ടർ ഈ മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നിർദ്ദേശം, ആ ഒരു ഉത്തരവ് റെയിൽവേ ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. ഇതിൽ റെയിൽവേയുടെ പ്രതികരണം കൂടി വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു. വിവരങ്ങൾ നൽകിയത് വി വിനോദ്. ഒരിടവേള. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ആലുവയിലെ ശിവക്ഷേത്രം മുങ്ങി. ഈ വർഷം ആദ്യമായിട്ടാണ് ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുന്നത്. കാസർഗോഡ് കാലവർഷക്കെടുതിയിൽ 2 വീടുകൾ തകർന്നു. മൊഗ്രാൽ വില്ലേജിലെ ചളിയങ്കോടും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ക്ലായിക്കോടുമാണ് വീടുകൾ തകർന്നത്. ആളപായമില്ല. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KV ബൈജു, പ്രിൻസ് ജെയിംസ്, ആജ്ഞ രവീന്ദ്രൻ എന്നിവർ നമ്മോടൊപ്പം ചേരും. ആദ്യം ഞാൻ കാസർഗോഡേക്ക് പോവുകയാണ്. KV ബൈജുവിലേക്ക്. ബൈജു, ഈ കാസർഗോഡ് പ്രത്യേകിച്ചും മലബാറിൽ ഇന്നലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ തന്നെ 2 വീട് തിരുവനന്തപുരം അരുവിക്കര MLA ജി സ്റ്റീഫനെതിരെ ആരോപണം. വാഹനം നിർത്തിയിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് MLAക്കൊപ്പം ഉണ്ടായിരുന്നവർ കാറിന്റെ പിൻവശത്തെ ഗ്ലാസ് തകർത്തുവെന്നാണ് ആരോപണം. ആക്രമണം നടക്കുമ്പോൾ MLA കാറിൽ ഉണ്ടായിരുന്നതായും പരാതിക്കാരനായ അമ്പലത്തിൻകാല സ്വദേശി ബിനീഷ് ആരോപിച്ചു. 8 മാസം ഗർഭിണിയായ ഭാര്യയും താനുമാണ് ആക്രമണം നടക്കുമ്പോൾ കാറിൽ ഉണ്ടായിരുന്നതെന്നും ബിനീഷ് പറയുന്നു. വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിന്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നു. അപ്പം MLAയുടെ വണ്ടി പുറകിലുണ്ടായിരുന്നു, പുറകിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പിൽ ആ വണ്ടി, അപ്പം ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഫ്രണ്ടിലോട്ട് കയറ്റി വണ്ടി ഞാൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വൈഫിനെയും ബ്രദറിനെയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ടാവാൻ ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല. എന്നിട്ടും വെയിറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു. വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് കൈയൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. മൂക്കിനൊക്കെ ഇടിച്ചു. എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു. എൻ്റെ വൈഫിൻ്റെ കഴുത്തിൽ കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല, എൻ്റെ മാലയും കാണാനില്ല. ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു. നമ്മളെ അടിക്കും പിടിക്കും എന്നൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പിന്നെ ജീവനും കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് വീടെത്തി. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് മെഡിക്കൽ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയി. കുറേ പേരുണ്ടായിരുന്നു. ഇതേപോലെ MLAയുടെ വണ്ടിയാണ് പുറകെ കിടന്നത്. ആരാണ് വന്നത്, എന്താണ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ഒരു 40-40 മേലിൽ ആൾക്കാരുണ്ടായിരുന്നു. ഒരു 20 തൊട്ട് ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു ഉള്ളത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഇതിമായ രീതിക്കാണ് ആക്രമിച്ചത്. വി വിനോദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. വിനോദ്, ബിനീഷിന്റെ ആരോപണത്തെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? പാർവതി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടന്നത്. കാട്ടാക്കട തൂങ്ങാമ്പാറയിലെ ഒരു വിവാഹ ഓഡിറ്റോറിയം, അവിടെ വിവാഹത്തിൽ റിസപ്ഷൻ പങ്കെടുക്കാനാണ് ഈ യുവാവ് എത്തിയത്, ബിനീഷ് എത്തിയത്. ബിനീഷിനൊപ്പം ബിനീഷിന്റെ ഭാര്യയും
അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ റിസപ്ഷൻ കഴിഞ്ഞ് അവിടെ ഒരു ഗ്രൗണ്ടിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത്. തന്റെ വാഹനത്തിന് പിറകിലായി MLAയുടെ വാഹനം ഉണ്ടായിരുന്നു. ഈ സമയം താൻ ഈ റിസപ്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരികയും വാഹനം എടുത്ത് പോകാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായി. ആദ്യം സ്റ്റാർട്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഈ സമയത്ത് MLAക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു, MLA ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ബിനീഷ് പറയുന്നത്. ആ MLAക്കൊപ്പം ഉണ്ടായിരുന്ന DYFI CPM പ്രവർത്തകർ തന്റെ വാഹനത്തിലേക്ക് അടുത്തേക്ക് എത്തുകയും വളരെ പ്രകോപനപരമായി സംസാരിക്കുകയും പിന്നീട് വാഹനം അടിച്ചു തകർക്കുകയും തന്നെയും ഭാര്യയും ആക്രമിക്കുകയും ചെയ്തു എന്ന് ബിനീഷ് പറയുന്നു. ബിനീഷ് എന്റെ ഭാര്യ 8 മാസം ഗർഭിണിയാണ്. ഈ യുവതിയെ ആക്രമിച്ചുവെന്നാണ് ബിനീഷിന്റെ പരാതി. ഇരുവരുടെയും സ്വർണ്ണമാലകൾ തട്ടിയെടുക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി വൈദ്യപരിശോധനയ്ക്ക് ഇവരെ വിധേയരാക്കി. തുടർന്ന് കൈക്കും മൂക്കിനും പരിക്കുണ്ട്. ഡോക്ടർ ആ പരിശോധനയിൽ തുടർന്ന് അങ്ങനെയാണ് പറഞ്ഞത്. തുടർന്ന് വിദഗ്ധ ചികിത്സ, കൂടുതൽ ചികിത്സ തേടണമെന്ന് ഡോക്ടർ കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു എന്ന് ബിനീഷ് പറയുന്നുണ്ട്. MLAയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. പാർവതി. അരുവിക്കര MLA G. സ്റ്റീഫനെതിരെ ആരോപണം. വാഹനം നിർത്തിയിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് MLAയ്ക്കൊപ്പമുണ്ടായിരുന്നവർ കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്തുവെന്നാണ് യുവാവിന്റെ പരാതി. വിവരങ്ങൾ നൽകിയത് VV വിനോദ്, തിരുവനന്തപുരത്തു നിന്നും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടക്കുന്ന ആനയൂട്ട് ഇന്ന് 70-ലധികം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ആനയൂട്ടിന് മുന്നോടിയായുള്ള ഗണപതി ഹോമവും പൂർത്തിയായി. CV അനുമോദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനുമോദ്, ചടങ്ങുകൾ എപ്പോഴാണ്? പാർവതി, നമ്മളിപ്പോൾ കാണുന്നത് ആനകളെയൊക്കെ തന്നെ വടക്കുംനാഥന്റെ സന്നിധിയിൽ ആനയൂട്ടിനായി നിർത്തിയിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ചടങ്ങിന് പ്രായോഗികമായിട്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ മഴയാണ്. 70ഓളം ആനകൾ ഈ ഒരു ആനയൂട്ടിന്റെ ഭാഗമായിട്ട് വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി K. രാജനടക്കമുള്ള അതേപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ തൃശ്ശൂർ MLA P. രാമചന്ദ്രനും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 9:45-ഓടെയാണ് ഈ ആനയൂട്ടിൻ്റെ മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യം ഗുരുവായൂർ ദേവസ്വത്തെ ദേവി എന്ന ബിരിയാണിക്കാണ്, ലക്ഷ്മി എന്ന ബിരിയാണിക്കാണ് ആദ്യം ആനയൂട്ടിൻ്റെ ആദ്യ ഉരുള നൽകുക. തുടർന്ന് മറ്റാനകൾക്കും നൽകും. 67ഓളം ആനകൾ ഇതിനോടകം എത്തിച്ചേർന്നു എന്നാണ് അറിയുന്നത്. കൃത്യമായ കണക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. എന്നാലും നമുക്കറിയാം, കാലങ്ങളായിട്ട് ഇത് തൃശ്ശൂരിൻ്റെ കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് വടക്കുംനാഥൻ്റെ ഈ ആനയൂട്ടും അതേപോലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും. 84-ലെ ഏഷ്യാഡിന് ഇവിടെ നിന്നും ആനകൾ പോയ അവർക്ക് ശാരീരികമായിട്ട് അസുഖങ്ങൾ വന്നതിനെ തുടർന്ന് ഗണപതിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ഒരു ആനയൂട്ട് എന്ന ചടങ്ങ്. 42ാമത്തെ വർഷമാണ് ആനയൂട്ട് തൃശ്ശൂർ വടക്കുംനാഥ സന്നിധി നടക്കുന്നത്. കോവിഡ് കാലത്ത് പോലും ഇതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ആനകൾക്ക് വിശിഷ്ട വിഭവങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മഞ്ഞൾപ്പൊടി, മരുന്ന്, ഔഷധക്കൂട്ട്, ചോറ്, അതിന് പുറമെ ഫലവർഗ്ഗങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണ് ഈ ആനയൂട്ടിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് പുറമെ കരിമ്പും പൈനാപ്പിളും ആപ്പിളും തുടങ്ങി വിവിധ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആനയൂട്ടിന് നൽകുക. എന്താണെങ്കിലും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. 9:45-ഓടെയാണ് ഈ ആനയൂട്ടിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. മഴ നനഞ്ഞ് നിൽക്കുകയാണ്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഉടൻ തന്നെ ആരംഭിക്കും. CV അനുമോദാണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. രാമനാമ ജപവും രാമായണശീലികളും നിറയുന്ന രാമായണ മാസത്തിന് തുടക്കമാകുമ്പോൾ ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ജന്മഭൂമിയായ തിരൂർ തുഞ്ചൻ പറമ്പും ഒരുങ്ങിക്കഴിഞ്ഞു. രാമായണ പാരായണം, മലയാള സാഹിത്യ ലോകത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന രാമായണം അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണങ്ങൾ തുടങ്ങി പോയ തവണത്തേക്കാൾ അതിഗംഭീരമായാണ് തുഞ്ചൻ പറമ്പ് രാമായണ മാസം ആചരിക്കുന്നത്. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. മറ്റൊരു കർക്കിടക മാസം കൂടി തുടങ്ങുകയാണ് രാമായണ മാസം. കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായത് ഈ രാമായണ മാസത്തിലെ ചടങ്ങുകൾ തിരൂർ തുഞ്ചൻ പറമ്പിലെയാണ്. നമുക്കറിയാം, ഭാഷാപിതാവിൻ്റെ മണ്ണിലാണ് ഞാനിപ്പോഴുള്ളത്, തിരൂർ തുഞ്ചൻ പറമ്പിൽ. ഇത്തവണയും പോയ വർഷത്തേക്കാൾ ഗംഭീരമായിട്ടാണ് രാമായണ മാസം ഇവിടെ ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷാപിതാവിൻ്റെ ഒട്ടേറെ സ്മാരകങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ഇവിടെ എത്തി രാമായണ പാരായണം നടത്തി ഈ ഒരു
സന്ദർശനം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചും ഭാഷാസ്നേഹികളെ സംബന്ധിച്ചും ഏറെ പാവനമായ ഒന്നാണ്. നമ്മോടൊപ്പം സ്മാരക ട്രസ്റ്റിൻ്റെ സൂപ്രണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ ചേരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമായിട്ടായിരിക്കും ഇല്ലേ ഇത്തവണ? അതെ, ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായി തന്നെയാണ് കാര്യങ്ങൾ MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും രാമായണ പാരായണം ഉണ്ടായിരിക്കും. അതുകൂടാതെ 10 പ്രഭാഷണങ്ങൾ, രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള 10 പ്രഭാഷണങ്ങൾ പ്രമുഖരായ എഴുത്തുകാരും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന പ്രഭാഷണം ഉണ്ടായിരിക്കും. അത് ഇന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. അതുകൂടാതെ അദ്ദേഹത്തെ കൂടാതെ C രാധാകൃഷ്ണൻ, ശത്രുഘ്നൻ, അതേപോലെ MN കാരശ്ശേരി, KS വെങ്കടാചലം, ഡോക്ടർ ഉഷ, ഡോക്ടർ രജനി സുബോധ്, TT വാസുദേവൻ, ഡോക്ടർ RVM ദിവാകരൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ കൂടി പ്രഭാഷണത്തിൽ 10 ദിവസങ്ങളിലായിട്ട് പ്രഭാഷണങ്ങൾ പങ്കുകൊള്ളും. തുടർച്ചയായിട്ടാണോ? അത് തുടർച്ചയായിട്ടല്ല, വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് പ്രഭാഷണം ഉള്ളത്. ഇപ്പം നാളെ തുടങ്ങുമെങ്കിൽ പോലും അത് വ്യത്യസ്ത ദിവസങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സമ്പൂർണ്ണമായിട്ട് ഓഗസ്റ്റ് 10-ന് ഇവിടെ ഒരു രാമായണ പ്രശ്നോത്തരി നടക്കും. അതായത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, ധാരാളം കുട്ടികൾ പങ്കെടുക്കുന്ന, കഴിഞ്ഞ വർഷമൊക്കെ വലിയ തോതിൽ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ വലിയ തോതിൽ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഒരു രാമായണ പ്രശ്നോത്തരി ഓഗസ്റ്റ് 10-ന് നടക്കും. 11-ന് സമ്പൂർണ്ണ രാമായണ പാരായണം ഉണ്ടാവും. ഒരു ദിവസം മുഴുവനും ഉണ്ടാവും. അങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് MT വാസുദേവൻ നായർ ചെയർമാനായിട്ടുള്ള ട്രസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ വർമ്മ 2 തരത്തിലാണ് ഏറ്റവും ഒന്ന് രാമായണ മാസത്തിലെ പ്രത്യേകിച്ചുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പര, 2 നമുക്ക് വിദ്യാരംഭ ചടങ്ങുകൾ, അതെന്നും ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എഴുത്തച്ഛൻ്റെ എഴുത്താണിയും മറ്റും കളരിയുടെ മുമ്പിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടി ഒന്ന് പ്രേക്ഷകർക്കായിട്ട് പങ്കുവെച്ചത്. ഇതിൻ്റെ പ്രത്യേകതകൾ പൊതുവെ മലയാളികൾക്ക് മുഴുവനായിട്ട് അറിയുന്നതാണ്. എഴുത്തച്ഛൻ കുട്ടികളെ വിദ്യാഭ്യസിപ്പിച്ചിരുന്ന കേന്ദ്രമായിട്ടാണ് ഇത് കേന്ദ്രമായിട്ട് കരുതപ്പെടുന്നു. ഈ കാഞ്ഞിരത്തിന് സവിശേഷതകളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഭാഷാസ്നേഹികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരിടം, ഭാഷാസ്നേഹികൾ നിരന്തരമായി സന്ദർശിക്കുന്ന ഒരു പുണ്യസ്ഥലം തന്നെയാണിത്. ഈ എഴുത്താണിയൊക്കെ ഇവിടെ തന്നെയാണ് അല്ലേ? എഴുത്താണി ഇവിടുത്തെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത് നമ്മളെ തുഞ്ചൻ ഉത്സവത്തിൻ്റെ സമയത്ത് എഴുത്താണി എഴുന്നള്ളിക്കുന്ന അപൂർവ ചടങ്ങുള്ള, അതായത് അക്ഷരത്തെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് അക്ഷരം എഴുതുന്ന എഴുത്താണി എഴുന്നള്ളിക്കുക എന്നുള്ളത്. അത്തരം മനോഹരമായ ചടങ്ങുള്ള ഭാഷയുടെ ഉത്സവം കൂടിയാണ് ഇവിടുത്തെ ഉത്സവം. ആചാര്യൻ്റേതെന്ന് കരുതുന്ന ഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ അവിടെ എഴുത്തിനിരുത്താനുള്ള പാരമ്പര്യ എഴുത്താശാന്മാരുടെ മണ്ഡപം തോന്നുന്നു. മണ്ഡപം, നമ്മളുടെ കൃഷ്ണശിലാ മണ്ഡപം ഇരിക്കുന്നത് അവിടെയാണ്. അതുകൂടാതെ സരസ്വതി മണ്ഡപം, കിളിമകൾ, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കുളം, അതേപോലെ തന്നെ നല്ല ഭാഷയുടെ പരിണാമ ദിശകളെ സൂചിപ്പിക്കുന്ന, ഭാഷാസ്നേഹികൾക്ക് പഠനത്തിനും അതേപോലെ മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്ന ഒരു മ്യൂസിയം അടക്കം എല്ലാം ഉണ്ട്. ഈ രാമായണത്തിന്റെ തന്നെ പല വകഭേദങ്ങളുണ്ട് അല്ലേ? ആധ്യാത്മ രാമായണത്തിന് പുറമെ അതിന്റെ എല്ലാം ഓരോ ഈ പ്രഭാഷണങ്ങളിലും മറ്റ് ചർച്ചകളിലൊക്കെ അതെല്ലാം പരാമർശിക്കുന്ന തരത്തിലായിരിക്കുമല്ലേ ഈ വർഷം? രാമായണത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ ഈ വർഷം രാമായണം എന്നുള്ളത് നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തെ അതിൻ്റെ എല്ലാ തലത്തിലും അതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചും വിവിധ മേഖലകളെക്കുറിച്ചും അത് കടന്നുപോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പ്രഭാഷകർ ഇത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കമ്പരാമായണത്തിൻ്റെ ആസ്വാദനം എന്നിട്ട് ഒരു ദിവസം അങ്ങനെ KS വെങ്കടാചലത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ട്. അതായത് നമ്മൾ രാമായണം എന്നുള്ള രാമായണം എന്നുള്ള എഴുത്തച്ഛൻ്റെ രാമായണത്തെ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് അത് മനോഹരമായി എത്തിക്കാൻ കഴിയുക, അത് കൂടുതൽ മനസ്സിലാക്കിക്കുക, അതിൻ്റെ ഊർജം ആളുകൾക്കുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഭാഷണങ്ങളിലേക്ക് ഉദ്ദേശം. ഈ ഒരു മാസം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം, ഒപ്പം എഴുത്തച്ഛൻ്റെ സ്മാരകങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി തിരിച്ചു പോവുകയും ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം വിവർത്തനം ചെയ്തു എന്ന് മാത്രമല്ല, ഈ അധ്യാത്മരാമായണത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതിനോടൊപ്പം തന്നെ മലയാള ഭാഷയെ നാം എങ്ങനെ ഹൃദയത്തിലേക്ക് എടുക്കണം എന്ന് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ട് ആളുകൾ ഇത് വിനിയോഗിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ്, ഭാഷാസ്നേഹികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് എത്താം. പക്ഷേ ഈ ഒരു
രാമായണ മാസത്തിലെത്തുകയാണെങ്കിൽ രാമായണത്തിൽ ആസ്വദിക്കാം, അതിൻ്റെ വിവിധ വിവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആസ്പദമായുള്ള പ്രഭാഷണങ്ങൾ ശ്രവിക്കാം. അത്തരത്തിൽ പല കാര്യങ്ങളും ഈ ഒരു മാസം ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്താണെങ്കിലും തിരൂർ തുഞ്ചൻ പറമ്പ് രാമായണ മാസത്തിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഒരിടവേള കൂടി. മൊഗ്രാലിലും ഒപ്പം ചളിയങ്കോടും മഴ ഇപ്പോഴും തുടരുകയാണ് അവിടെ. എൽദോ, ഗുഡ് മോർണിംഗ്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിലധികമായി ശക്തമായ മഴയാണ് കണ്ണൂറും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പം മഴ കുറവുണ്ടെങ്കിലും മഴ ഏത് സമയത്തും ഉണ്ടാകും എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാലാവസ്ഥയുള്ളത്. ഏതായാലും അതിതീവ്ര മഴയാണ് ഇന്നും പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ കമ്മിറ്റി കാസർഗോഡ് കാസർഗോഡ് ബസ് യാത്രക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. മാലൂത്ത് സ്വദേശിനിയായ യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദുരനുഭവമുണ്ടായത്. യുവതി തന്നെയാണ് മൊബൈലിൽ ദൃശ്യം പകർത്തിയത്. KV ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ കാഞ്ഞങ്ങാട് നിന്നും പാലക്കുന്നിലേക്കുള്ള സ്വകാര്യ ബസ് യാത്രക്കിടെയാണ് യുവതിക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത്. തൊട്ട് എതിർവശത്തിരുന്ന ആളാണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. യുവതി തന്റെ മകൾക്കൊപ്പമായിരുന്നു യാത്ര ചെയ്തിരുന്നത്. യുവതി തന്നെയാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചതും. ഏതായാലും ഈ ദൃശ്യം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ മുഖം വ്യക്തമാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ആളാണോ ഇയാളെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഇത്തരം കേസുകളിൽ പിടിയിലാകുന്നവർ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പുറത്തിറങ്ങുന്നു എന്നതാണ്. നിയമം അത്രത്തോളം ദുർബലമാണ്, ഈ വകുപ്പുകൾ അത്രത്തോളം ദുർബലമാണ്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇത്തരം ആളുകൾ പുറത്തിറങ്ങുന്നു എന്ന് തന്നെയാണ് ഇത്തരം കേസുകൾ വീണ്ടും വർദ്ധിക്കാൻ കാരണം. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ യുവതി പാലക്കുന്നിലെ ഒരു ഹോം നഴ്സാണ്. യുവതി മാലോത്ത് സ്വദേശിയാണ്. യുവതി തന്റെ മകൾക്കൊപ്പമായിരുന്നു ഈ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തത്. കണ്ടക്ടറോട് ഈ വിവരം അറിയിച്ചിരുന്നെങ്കിലും ഇയാൾ ഈ ദൃശ്യം ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും പോലീസ്, ബേക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ബേക്കൽ പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലക്കാട് BJPയിൽ കലാപം. ശോഭാ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ വിഭാഗങ്ങൾ തമ്മിലുള്ള പോര് വീടാക്രമണത്തിലേക്ക് വരെ എത്തിയതോടെ സംസ്ഥാന നേതൃത്വം ഇടപെടുകയാണ്. BJP അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പിന്തുണയുള്ളതിനാൽ തന്നെ C കൃഷ്ണകുമാർ വിഭാഗം ജില്ലയിൽ ശക്തരാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം BJPക്ക് കീറാമുട്ടിയാവും. K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകൾ സ്ഥാനാർത്ഥികളായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനിടെയാണ് ശോഭാ സുരേന്ദ്രൻ, C കൃഷ്ണകുമാർ വിഭാഗങ്ങൾ പരസ്യമായി പാലക്കാട് കൊമ്പുകോർക്കുന്നത്. ഫേസ്ബുക്കിൽ C കൃഷ്ണകുമാറിന്റെ ചിത്രത്തിന് താഴെ പാർട്ടിയുടെ അധോഗതിക്ക് കാരണമെന്ന് കമന്റിട്ട BJP മുൻ കൗൺസിലറും ശോഭാ സുരേന്ദ്രന്റെ പാലക്കാട്ടെ പ്രധാന അനുയായിയുമായ അച്യുതാനന്ദന്റെ വീടിന് നേരെ കഴിഞ്ഞ മാസം ആക്രമണമുണ്ടായി. തൊട്ടു പിന്നാലെ C കൃഷ്ണകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണവും പുറത്തുവന്നു. അച്യുതാനന്ദന്റെ വീട് ആക്രമിച്ച കേസിൽ 5 യുവമോർച്ച പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൃഷ്ണകുമാറുമായി അടുത്ത ബന്ധമുള്ളവരാണ് പിടിയിലായതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ ആരോപണം. അച്യുതാനന്ദനെ അറിയില്ലെന്ന് പറഞ്ഞ് K സുരേന്ദ്രൻ തടിയൂരി. അറിയില്ല, എനിക്ക് എന്താണ് സംഭവം അറിയാത്ത കാര്യത്തിന് ഞാൻ എങ്ങനെ മറുപടി പറയും? അല്ല, അതിനൊക്കെ ഞാനാണ് മറുപടി പറയേണ്ടത്. എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ വന്നത്. ഞാൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. K സുരേന്ദ്രന്റെ അടുത്ത അനുയായിയാണ് C കൃഷ്ണകുമാർ. BJPയുടെ പാലക്കാട്ടെ സ്ഥിരം സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമായ സാഹചര്യത്തിലാണ് K സുരേന്ദ്രൻ നേരിട്ടെത്തി അനുനയ നീക്കം നടത്തിയത്. S വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ഡോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരു ഓഫീസർ ഉൾപ്പെടെ 4 സൈനികർ വീരമൃത്യു വരിച്ചത്. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ER രാഗേഷ് ഉണ്ട്. രാഗേഷ്, പുതിയ സർക്കാർ അധികാരത്തിലെത്തിയത് ശേഷം തുടർച്ചയായി ഏറ്റുമുട്ടലുണ്ടാകുന്നു. ഇപ്പോൾ 4 സൈനികർക്ക് കൂടി വീരമൃത്യു വരിക്കേണ്ട സാഹചര്യവുമുണ്ടായി. വിവരങ്ങൾ.
പാർവതി, ഇന്നലെ വൈകിട്ടാണ് ജമ്മു കശ്മീരിലെ ഡോഡ ജില്ലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. അതായത് ഡോഡയിൽ നിന്ന് 55 കിലോമീറ്റർ അകലെയുള്ള മേഖലയിലാണ്, ഉരബാഗി മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതായത് ഒരു വനപ്രദേശമാണ്. അവിടെയാണ് സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചത്. ജമ്മു കശ്മീരിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഒപ്പം തന്നെ രാഷ്ട്രീയ റൈഫിൾസും ചേർന്നുകൊണ്ട് സംയുക്ത തെരച്ചിലാണ് നടത്തിയത്. ഈ തെരച്ചിലിനിടയിലാണ് ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തത്. തുടർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. അതിനുശേഷം ഭീകരർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സുരക്ഷാ സേന അവരെ പിന്തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് 4 സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും വീരമൃത്യു വരിക്കുന്നതും. ഈ വീരമൃത്യു വരിച്ച സൈനികരിൽ ഒരാൾ മേജറാണ് ബ്രിജേഷ് താപ്പ. ബ്രിജേഷ് താപ്പ ഉൾപ്പെടെ 4 പേരാണ് വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് പാർവതി സൂചിപ്പിച്ച പോലെ തന്നെ കശ്മീരിൽ നിരന്തരം ഭീകരാക്രമണം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ജമ്മു മേഖലയിലാണ് എന്നുള്ളത് കൂടി അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ജമ്മു കശ്മീരിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ആക്രമണങ്ങൾ കൂടുതലായി സംഭവിക്കാറുള്ളത് കശ്മീരിലാണ്, കശ്മീർ താഴ്വരയിലാണ്. പക്ഷേ അതിന് ഈ സമീപകാലത്തെ സംഭവങ്ങളിൽ കണക്കെടുക്കുമ്പോൾ അതിൽ മാറ്റം വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഭീകരർ അവരുടെ താവളം ഒരുപക്ഷെ ജമ്മുവിലേക്ക് മാറ്റുന്നതിന്റെ സൂചനയായി ഇതിനെ കാണാം. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 7 തവണയാണ് ജമ്മു മേഖലയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ കശ്മീർ താഴ്വരയിൽ ഒറ്റ തവണയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് ജമ്മു താവളമാക്കുന്നു എന്ന സൂചനകളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും നിരവധി ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജമ്മു കശ്മീർ പോലീസ് തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഏതായാലും പ്രദേശത്ത് കൂടുതൽ പേരുണ്ടെന്നൊരു നിഗമനം സുരക്ഷാ സേനയ്ക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതായാലും തെരച്ചിൽ തുടരുകയാണ്. പാർവതി. ശരി രാകേഷ്. മലപ്പുറം അരീക്കോട് 30 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി 8 പേർ അറസ്റ്റിലായി. ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരം മലപ്പുറത്ത് രേഖപ്പെടുത്തിയ 2ാമത്തെ കേസാണിത്. യൂസഫ് അലി, ഇസ്മായിൽ, സലാഹുദ്ദീൻ, ഫാഹിദ്, ഫൈസൽ മുഹമ്മദ് ഷാക്കീർ, സൽമാനുൽ ഫാരിസ്, ജാബിർ എന്നിവരാണ് പിടിയിലായത്. 30 ലക്ഷത്തിൽ പരം രൂപ നോട്ട് എണ്ണുന്ന യന്ത്രം, 5 കാൽക്കുലേറ്റർ, 6 ബൈക്കുകൾ, പേപ്പർ മുറിക്കുന്ന യന്ത്രം, 14 മൊബൈൽ ഫോണുകൾ, പണം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങൾ, പണം കൈമാറാനുള്ള ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ തുടങ്ങിയവയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച യുവാവിനെ വിട്ടയച്ചു. ചെറുവറ്റ സ്വദേശി അർഷാദിനെ വയനാട്ടിലാണ് ഇറക്കിവിട്ടത്. ലക്കിടിയിലെ റിസോർട്ടിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നതെന്നാണ് സൂചന. അർഷാദിനെ പോലീസ് ചോദ്യം ചെയ്യും. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്ത്യമെന്ന് ഹൈക്കോടതി. സത്യവും അസത്യവും എന്തെന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. സോളാർ കേസിൽ ജോപ്പന്റെ പ്രതികരണമെടുത്ത 2 മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് പരാമർശം. മാധ്യമപ്രവർത്തകരായ പ്രദീപ് സി നെടുമൺ, പ്രശാന്ത് എന്നിവർക്കെതിരായ കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പത്തനംതിട്ടയിൽ വനിതാ SIക്ക് ഇമ്പോസിഷൻ നൽകി SP. പുതിയ ക്രിമിനൽ നിയമവ്യവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിനെ തുടർന്നാണ് നടപടി. ശശിനാരായണനുണ്ട്. ശശി, വിവരങ്ങൾ. പാർവതി, കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസുകാരുടെ പതിവ് സാറ്റർ റിപ്പോർട്ടിനിടയിൽ പത്തനംതിട്ട SP ഒരു വനിതാ SIയോട് പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭാരത് ന്യായ സംഹിതയെക്കുറിച്ചും ചോദ്യം ചോദിച്ചത്. ഇതിന് കൃത്യമായ ഒരു മറുപടി വനിതാ SI നൽകിയില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യമായി ഇത് പഠിച്ചതിന് ശേഷം ഇമ്പോസിഷൻ എഴുതി തനിക്ക് മെയിൽ അയക്കണമെന്ന് SP നിർദ്ദേശിച്ചത്. അതിനുശേഷം വനിതാ SI അത്തരത്തിൽ ഇമ്പോസിഷൻ എഴുതി 3 പ്രാവശ്യം എഴുതി SPക്ക് ഇത്തരത്തിൽ മെയിൽ അയക്കുകയും ചെയ്തു. പക്ഷേ പോലീസുകാരുടെ ഇടയിൽ തന്നെ ഈ എല്ലാ ഉദ്യോഗസ്ഥരും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു SPയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു വലിയ അവമതിപ്പ് ഉണ്ടാക്കി എന്നൊരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും മാനസിക സംഘർഷം പോലീസ് അനുഭവിക്കുന്നു എന്നുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ വരുന്ന ഇടയിലാണ് ഇത്തരമൊരു കാര്യം കൂടി SPയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ശരിയായ രീതിയിലാണ് ഇത് ചെയ്തത് എന്നുള്ളത്. കാരണം അത്തരം കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കണം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് SP. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പണിഷ്മെന്റ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു കാര്യങ്ങളെല്ലാം ഈ സ്റ്റേഷനിന്റെ ഓഫീസർ എന്ന നിലയ്ക്ക് കൃത്യമായി അറിയേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി അറിയണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് താൻ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടതാണ് SP നൽകുന്ന വിശദീകരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ വനിതാ SIക്ക് ഇമ്പോസിഷൻ നൽകിയിരിക്കുകയാണ് SP. വിവരങ്ങൾ നൽകിയത് ശശിനാരായണൻ.
ഓൺലൈൻ വഴി കഥകളി പഠിപ്പിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ പലർക്കും സംശയമുണ്ടാകും. എന്നാൽ പൂർണ്ണമായും ഓൺലൈൻ വഴി കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് പ്രവാസിയായ ലക്ഷ്മി രഞ്ജിത്ത്. കോട്ടയം മാഞ്ഞൂർ സ്വദേശിനിയായ ലക്ഷ്മി കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. ഗുരുമുഖത്ത് നിന്ന് തന്നെ അഭ്യസിച്ചാൽ ഏറെ ശ്രമകരമായ കല. കഥകളിയെ ഓൺലൈൻ വഴി കരസ്ഥമാക്കിയ ലക്ഷ്മി രഞ്ജിത്ത് പുതിയൊരു അധ്യായമാണ് കുറിച്ചത്. ദൗത്യം ഏറെ ശ്രമകരമായിരുന്നുവെന്ന് ഗുരു കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയും പറയുന്നു. പരിമിതികൾ ഏറെയുണ്ട്. കഥകളി പഠിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വഴിയാണെന്ന് മാത്രം. ആഗ്രഹം പറഞ്ഞവരോടൊക്കെ ഞാൻ പറഞ്ഞത് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്കും വലിയ ടെക്നിക്കലായിട്ട് വലിയ പരിചയമുള്ള ആളല്ല. രണ്ടാമത് പല കാര്യങ്ങളും തമ്മിലൊരു ആശയവിനിമയം ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും തോന്നി. അപ്പം ഞാൻ പറഞ്ഞു നോക്കാം, ഒരു 2-3 ക്ലാസ് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം, ഇത് അത്ര നിസ്സാരമായി പഠിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 3-4 ക്ലാസ് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഇതുമായിട്ട് ഇഴുകി ചേർന്ന് തുടങ്ങി, ചെറിയ ധൈര്യം തോന്നി തുടങ്ങി. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് പഠനം. ആദ്യം ആസ്വാദന ക്ലാസുകളായിരുന്നു. ഇതിൽ നിന്നും താല്പര്യം തോന്നിയവരെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. കഥകളി അങ്ങനെ നടക്കില്ല. ഒരു 50% ആഗ്രഹത്തിന് അത്യാവശ്യം പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സിംഗപ്പൂരിലുള്ളൊരു കുട്ടി, 8 വയസ്സുള്ളൊരു കുട്ടി പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷമായി. 8 വയസ്സിൽ അരങ്ങേറ്റം നടത്തി. ഓൺലൈൻ വഴി മാത്രം പഠിച്ചാണ്. ലക്ഷ്മിയുടെ പിതാവ് മാഞ്ഞൂർ ഓമനക്കുട്ടനും കഥകളി നടനായിരുന്നു. കഥകളി പഠിക്കണമെന്ന് 9ാം ക്ലാസ്സിൽ തുടങ്ങിയ ആഗ്രഹം ഇപ്പോഴാണ് നടന്നതെന്ന് മാത്രം. എന്റെ താല്പര്യം കണ്ട് ആശാൻ സന്തോഷമായി. അപ്പോൾ അങ്ങനെ ആശാനും കഷ്ടപ്പെടാൻ റെഡിയായി. അങ്ങനെ പതുക്കെ പഠിച്ചു തുടങ്ങി. സന്തോഷം, വളരെ സന്തോഷം. ആളുകൾ വന്ന് പറയൂലോ നന്നായിരുന്നു, എന്താ പറയാ, തുടക്കക്കാരിയാണെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സന്തോഷം. കോട്ടയം കളിയരങ്ങാണ് തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠത്തിൽ ശിഷ്യയ്ക്കും ഗുരുവിനും സന്താനഗോപാലം ഒരുമിച്ച് കളിക്കാൻ വേദിയൊരുക്കിയത്. കൃഷ്ണവേഷത്തിലാണ് ലക്ഷ്മി അരങ്ങിലെത്തിയത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന മാതാപിതാക്കളുടെ കണക്കുകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. ഈയൊരു കാലത്തും ആശ്വാസം പകരുന്ന ഒരു കാഴ്ചയുണ്ട് ആലുവയിൽ. ഓർമ്മയും കാഴ്ചയും നഷ്ടപ്പെട്ട 78-കാരിയായ അമ്മയെ പ്രതിസന്ധികൾക്കിടയിലും ജീവിതത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ മകൻ. മുന്നിലെ ഇരുട്ടിലും തന്റെ മകൻ കൈയകലത്തു തന്നെയുണ്ടെന്ന വിശ്വാസമാണ് തങ്കമണി അമ്മയ്ക്ക്. അമ്മയുടെ ഈ വിശ്വാസം മകൻ സുരേഷ് ഒരിക്കലും തെറ്റിക്കാറുമില്ല. എവിടെ പോയാലും ഓടിപ്പാഞ്ഞ് അമ്മയുടെ അടുത്തേക്കെത്തും. വീട് മുഴുവൻ അമ്മയുടെ ചിത്രങ്ങളാണ്. ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാനാകാത്തതിനാൽ പലപ്പോഴും വീട്ടിൽ തന്നെ അമ്മയ്ക്ക് കൂട്ട്. അമ്മയെ വൃദ്ധസദനത്തിലാക്കാൻ പലരും ഉപദേശിച്ചു. പിന്നെ അമ്മേനെ നമുക്ക് ഉപേക്ഷിക്കാൻ നമുക്ക് താല്പര്യമില്ല. എല്ലാവരും പറഞ്ഞ അമ്മേനെ അനാഥത്ത് കൊണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഞാനത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് തെറ്റായ നടപടിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഒരിക്കലും മക്കളെ കൊണ്ട് അനാഥത്ത് കൊണ്ടാക്കില്ല.
പക്ഷേ നമ്മൾ മക്കൾ കൊണ്ടുപോയി അതിനകത്ത് കൊണ്ടാക്കും. അത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അമ്മേനകത്ത് കൊണ്ടായ അമ്മയ്ക്ക് ഓർമ്മയില്ലാത്ത കാരണം മനസ്സിലെന്നാലും ഓർമ്മ വരും, മക്കളുണ്ടല്ലോ ഞാൻ നോക്കിയില്ലോ എന്നുള്ള ചിന്ത അമ്മയ്ക്ക് ഉണ്ടാവില്ലേ. എനിക്ക് പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല, എന്നെ കൊണ്ട് അതിനകത്ത് കൊണ്ടാക്കിയാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാക്കുമ്പോൾ അമ്മ ചിന്തിക്കും, അയ്യോ എനിക്ക് മക്കളുണ്ടായിട്ട് എന്നെ നോക്കിയില്ലോ എന്ന്. 10 വർഷം മുൻപാണ് അമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. ഏതാനും വർഷം മുൻപ് പിതാവ് മരിച്ചു. വിവാഹം കഴിച്ചയച്ച സഹോദരിമാരെ അമ്മയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്ന് അവിവാഹിതനായ സുരേഷ് പറയുന്നു. ശ്രീമൂലനഗരത്തെ വീട് പ്രളയത്തിൽ പൂർണ്ണമായി മുങ്ങി. ബാങ്ക് വായ്പയെടുത്താണ് വീണ്ടും പണിതത്. തിരിച്ചടവ് മുടങ്ങിയതിനാൽ ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. അമ്മയുടെ ചികിത്സയും ജീവിത ചെലവുമെല്ലാം പ്രതിസന്ധിയായി മുന്നിലുണ്ട്. എങ്കിലും എല്ലാറ്റിനും അപ്പുറമാണ് അയാൾക്ക് അമ്മയോടുള്ള സ്നേഹം. ഇല്ല ഞാൻ പോകൂല. ക്യാമറമാൻ മനോജ് നാനാട്ടിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഈ അമ്മയെയും മകനെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ടിലോ ജിപേ നമ്പറിലോ നിങ്ങൾക്ക് സഹായമെത്തിക്കാം. വാർത്താരംഭം പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.